നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ വസ്തുവിൻ്റെ ഒരു ഭാഗം കയ്യേറി ആരെങ്കിലും കുറേ പേര് ചേർന്ന് ഒരു വഴി നിർമ്മിക്കാൻ റോഡ് വെട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരെ എങ്ങനെ നിയമ നടപടി എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ആദ്യമായി നിങ്ങളുടെ പ്രമാണം അത് പരിശോധിക്കുക. അത് പരിശോധിച്ച് നിങ്ങളുടെ ടൈറ്റിൽ, നിങ്ങളുടെ ഉടമസ്ഥാവകാശം എല്ലാം ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സർവേ രേഖകൾ, പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റുകൾ ഇതെല്ലാം അപ് ടു ഡേറ്റ് ആണോ എന്ന് പരിശോധിക്കുക. പിന്നെ അതിനുശേഷം ഒരു എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വാങ്ങുക. നിങ്ങളുടെ വസ്തുവിൻ്റെ ഒരു എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്. അതിനുശേഷം എടുക്കാവുന്ന ഒരു നടപടി, ഒരു സീസ് ആൻഡ് ഡെസിസ്റ്റ് നോട്ടീസ് ഒരു വക്കീലിനെ കൊണ്ട് അയക്കുക. ആരാണോ നിങ്ങളുടെ ഇതിന് വഴി, ആരാണോ നിങ്ങളുടെ വസ്തു കയ്യേറാൻ നോക്കുന്നത്, ആ ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെതിരെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഏജൻസി ആണെങ്കിൽ ഗവൺമെൻറ് ഏജൻസിക്കെതിരെ ഒരു സീസ് ആൻഡ് ഡെസിസ്റ്റ് നോട്ടീസ് അയക്കുക രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി. അതിനുശേഷം ഒരു FIR ലോഡ്ജ് ചെയ്യുക. FIR രജിസ്റ്റർ ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ. ക്രിമിനൽ ട്രസ്പാസിന് എതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യുക. പോലീസ് സ്റ്റേഷനിൽ അവർ കേസെടുക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ SP പരാതി കൊടുക്കുക. SP പരാതി എടുക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിനെ സമീപിക്കുക. ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, തഹസിൽദാറിന് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറിന് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക. സെക്ഷൻ 145 CRPC അനുസരിച്ച് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ഒരു പുതിയ അളവെടുപ്പ് നടത്തുക. അതിനുള്ള അപേക്ഷ കൊടുത്തിട്ട് നിങ്ങളുടെ ബൗണ്ടറി ഒന്നുകൂടെ ഡിമാർക്കേറ്റ് ചെയ്യണം, അത് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഒന്നുകൂടെ വസ്തുവിനെ അളക്കുക. അതിനുശേഷം ഒരു സിവിൽ കോർട്ടിൽ പെർമനൻറ്റ് ഇഞ്ചക്ഷൻ, ടെമ്പററിയും പെർമനൻറ്റും ഇഞ്ചക്ഷൻ വേണ്ടി അപേക്ഷ നൽകുക. അതിൻ്റെ പ്രാഥമിക നടപടിയായിട്ടൊരു ടെമ്പററി ഇഞ്ചക്ഷൻ വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങളുടെ ടൈറ്റിലും പൊസിഷനും ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് റിലീഫ് ആക്ട് വെച്ചിട്ട് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക. ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസിയാണ് നിങ്ങളുടെ വസ്തു കയ്യേറി വഴി നിർമ്മിക്കാൻ നോക്കുന്നതെങ്കിൽ ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യുക, ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്കത് തടയാൻ കഴിയും. പിന്നെ വളരെ റീസെൻ്റായിട്ടാണ് നിങ്ങളുടെ വസ്തു കയ്യേറിയതെങ്കിൽ നിങ്ങൾക്കത് വേലി കെട്ടി ആ വസ്തു സംരക്ഷിക്കാവുന്നതാണ്. പക്ഷെ വേറെ ആരെങ്കിലും കയ്യേറി അതിൻ്റെ താമസം ഒക്കെ തുടങ്ങുകയാണെങ്കിൽ ബലം പ്രയോഗം നടത്തരുത്. അത് പക്ഷെ നിങ്ങൾക്കെതിരെ ഒരു കേസിന് കാരണമായി തീർന്നേക്കാം. പിന്നെ എല്ലാത്തിനും രേഖകൾ വേണം. നിങ്ങൾ ഫോട്ടോഗ്രാഫ്, വീഡിയോസൊക്കെ എടുത്ത് സൂക്ഷിക്കുക. വസ്തു കയ്യേറ്റത്തെ സംബന്ധിച്ചുള്ള എല്ലാ കംപ്ലയിൻറ്റിൻ്റെയും കോപ്പികളും ലീഗൽ ആയിട്ട് നിങ്ങൾ നടത്തിയ എഴുത്തുകുത്തുകളുടെ രേഖകൾ എല്ലാം സൂക്ഷിച്ചു വെക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ വസ്തു ആരെങ്കിലും കയറി വഴി നിർമ്മിക്കുകയോ റോഡ് നിർമ്മിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എടുക്കാനുള്ള നടപടിക്രമങ്ങൾ.